അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന, വീടിൻ്റെ ചുറ്റിലും കാണുന്ന ചില ജീവികളുടെ പേരെന്ന് പറയാമോ? പൂച്ച, കോഴി, പിന്നെന്താണുള്ളത്? പട്ടി ഉണ്ടാവും, ഉറുമ്പുണ്ടാവും, പക്ഷികളുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത ജീവികളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ജീവികളെ സ്നേഹിക്കുക, അതിനോട് കാരുണ്യം കാണിക്കുക, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ എത്ര പേർക്കറിയാം? അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനോടൊക്കെ വളരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറിയിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കുറച്ച് കഥകൾ പറയാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അല്ലേ? എന്നതിന്റെ അർത്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും കാരുണ്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും കാരുണ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്നത്. അത് മനസ്സിലാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറഞ്ഞതെന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യമായിട്ട്, നമ്മളെപ്പോഴും പല സ്ഥലത്തും കാണുന്ന സൂക്ഷ്മജീവിയാണ് ഉറുമ്പ്, അല്ലേ? ഉറുമ്പിനെ പല സ്ഥലത്ത് നമ്മൾ കാണാറില്ലേ? ചിലപ്പോൾ അറിയാതെ നമ്മൾ ചവിട്ടി പോകാറുണ്ടാവും, അല്ലേ? ഈ ഉറുമ്പിനെ കുറിച്ച്, ആ ഉറുമ്പിൻ്റെ പേരുള്ള ഒരു സൂറ തന്നെയുണ്ട്, സൂറത്തു നംല്. അതിൽ നിങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ആ ഒരു കഥയിലെ ഉറുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? ഞാൻ ഇപ്പം അത് പറയുന്നില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണാണ്. ഉറുമ്പിൻ്റെ കൂടുണ്ടല്ലോ, ആ ഉറുമ്പിൻ്റെ കൂട് ആരോ കരിച്ചിരിക്കുന്ന കാഴ്ച കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമായി. ചോദിച്ചു, ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ആളെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അഗ്നിയുടെ നാഥൻ അള്ളാഹുവിന് മാത്രമേ അഗ്നി കൊണ്ട് ശിക്ഷിക്കാൻ അർഹതയുള്ളൂ. എന്നിട്ട് ആ അനുചരനെ ഗുണദോഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉറുമ്പുകളോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അത്രയും ഓരോ ജീവജാലങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയുണ്ട്, കോഴികൾ, അല്ലേ? ആ കോഴികളിൽ തന്നെ നമ്മൾ ആകർഷിക്കുന്നത് പിടക്കോഴിയാണോ പൂവൻകോഴിയാണോ? പൂവൻകോഴി, അല്ലേ? നല്ല രസമായിരിക്കൂലേ അതിനെ കാണാൻ. അതിൻ്റെ ശബ്ദം നല്ല രസമാണ്. നമ്മുടെ കാതുകൾക്ക് ഇമ്പം നൽകുന്ന ശബ്ദമാണ് പൂവൻകോഴിയുടേത്. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പൂവൻകോഴിയുടെ ശബ്ദത്തെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ സുബഹിയുടെ സമയത്ത് പൂവൻകോഴി കൂകുന്ന ശബ്ദം കേൾക്കൂലേ? അത് കേൾക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിനെ ശപിക്കരുത്. ഓ, എന്നെ ഉറക്കത്ത് ഉണർത്തി, എന്താണിത്, അല്ല എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, എന്തൊരു ശബ്ദമെന്നല്ല പറയേണ്ടത്. നിങ്ങൾ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ എന്ന് പറയണം. എന്താ കാരണം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറഞ്ഞിട്ടുണ്ട്. പൂവൻകോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആൾ ഓർമ്മ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂവൻകോഴി നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും പൂവൻകോഴിയെ ശപിക്കാൻ പാടില്ല. മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്നറിയോ? പൂവൻകോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കാരണം എന്താ കാരണം പറഞ്ഞതെന്നറിയോ? പൂവൻകോഴി മലക്കുകളെ കണ്ടതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ സ്നേഹിക്കാൻ മാത്രമല്ല, അതിനോടൊക്കെ ആദരവോടെ പെരുമാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ വീട്ടിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ജീവി ഏതാ? പൂച്ച, അല്ലേ? പൂച്ച
നമ്മുടെ ചുറ്റും ഇങ്ങനെ ജീവിക്കുന്നുണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലൊക്കെ നമുക്ക് പൂച്ചേനെ കാണാൻ പറ്റും. പക്ഷേ ചില കുട്ടികൾ പൂച്ചേനെ കല്ലെറിയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യൂലാലോ. നമ്മൾ അള്ളാന്റെ ഹബീബിന്റെ അനുയായികളല്ലേ. കാരണം പൂച്ചയെ സ്നേഹിച്ചിരുന്നു ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പൂച്ച ഉറങ്ങുമ്പോൾ അതിന്റെ ഉറക്കം കെടുത്തൂലായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ്. മാത്രല്ല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പൂച്ചക്ക് നന്മ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരിക്കലും അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. ഉപദ്രവിച്ച എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. എന്താ സ്ത്രീയുടെ പ്രത്യേകത എന്നറിയോ? ആ സ്ത്രീ നരകത്തിലാണ്. എന്താ കാരണം എന്നറിയോ? ആ സ്ത്രീ ഒരു പാവം പൂച്ചനെ കെട്ടിയിട്ടു. അതിന് ഭക്ഷണം കൊടുത്തില്ല, അതിനൊന്നും തിന്നാൻ കൊടുത്തില്ല, അതിന് സ്വന്തം ഭക്ഷണം തേടി പ്രാണികളെ തിന്നാനുള്ള അവസരം കൊടുത്തില്ല. അവസാനം ആ പാവം പൂച്ച വിശന്ന് വിശന്ന് ചത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ആ കെട്ടിയിട്ട സ്ത്രീയില്ലേ, അവര് നരകത്തിലാന്ന് പറഞ്ഞു. എന്തിനാ കൂട്ടുകാരെ നമ്മൾ അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പഠിപ്പിക്കുന്ന? എന്തിനാ? അള്ളാഹുവിന്റെ ഹബീബിന്, നമ്മുടെ റസൂലിന് ഈ ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനൊക്കെ നന്നായി സ്നേഹിക്കണം, അതിനൊക്കെ പരിപാലിക്കണം, അതിനോട് കാരുണ്യത്തോടെ പെരുമാറണം. അല്ലെ? ആ പാഠമല്ലേ നമുക്ക് ലഭിക്കുന്നത്? അങ്ങനല്ലേ നമുക്ക് അള്ളാന്റെ ഹബീബിന്റെ അനുയായികളെ മാറാൻ സാധിക്കുള്ളൂ. ഇനി നമ്മളെപ്പോഴും ആകാശത്തേക്ക് നോക്കുമ്പോ കാണുന്ന ജീവിയുണ്ട്. ഏതാണത്? പക്ഷികള് അല്ലേ? പക്ഷികളെ ഭയങ്കര രസമല്ലേ? പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ട്, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാതി വയഖ്ബിദൻ. അള്ളാഹു ചോദിക്കാം നമ്മളോട്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം കേട്ടോ. അള്ളാഹ് എന്നോട് ചോദിക്കാന്ന്, നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളെ മുകളില് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ? അല്ലെ? വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ, ചിറക് വിടർത്തിയും താഴ്ത്തിയും പറക്കുന്ന പക്ഷികളെ. അല്ല, നമ്മൾ ആലോചിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആകാശം ഇത്രയും നേരം നിൽക്കുന്നത്? നമുക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പറക്കാൻ പറ്റുമോ? അത് അള്ളാഹു ചെയ്യുന്നതാണ്. റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ പക്ഷികളെയും നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. ഒരിക്കല് ഇബ്നു ഉമർ റളിയല്ലാഹു പ്രത്യേകത, അള്ളാന്റെ ഹബീബിനെ ഓരോ കാര്യവും ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തുമായിരുന്നു. അള്ളാന്റെ ഹബീബ് ജീവിച്ച് എങ്ങനെയാണോ അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കല് ഇബ്നു ഉമർ റളിയല്ലാഹു ഒരു സ്ഥലത്തൂടെ നടന്നു പോവാട്ടോ. അപ്പൊ കാണുന്ന കാഴ്ച, കുറെ കുട്ടികളെ ഒരു പക്ഷിയെ കല്ലെറിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു ഇത് കണ്ടപ്പോ ദേഷ്യം വന്നു. ആ കുട്ടികളോട് പറഞ്ഞു, ആരാണ് കല്ലെറിഞ്ഞത്? നിങ്ങൾ ഒരിക്കലും അങ്ങനെ കല്ലെറിയാൻ പാടില്ല. അങ്ങനെ കല്ലെറിഞ്ഞു കഴിഞ്ഞാല് അവരുടെ മേല് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവുന്ന പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ നല്ല മക്കളല്ലേ? ഒരിക്കലും പക്ഷികളെ, ഒരു ജീവിയെ നമ്മൾ കല്ലെറിയാനോ ഉപദ്രവിക്കാനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ഏതെങ്കിലും ഒരു പക്ഷിയെ നമ്മൾ കൊന്നാലുണ്ടല്ലോ, നമ്മൾ വെറുതെ ഒരു പക്ഷിയെ കൊന്നു കഴിഞ്ഞാല് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കല് ആ പക്ഷി വന്ന് പറയോ അത്രേ. എന്താ പറയാ? അള്ളാഹുവേ, ഇവളുണ്ടല്ലോ എന്നെ വെറുതെ കൊന്നതാണ് എന്ന് അള്ളാഹുവിനോട് പറയും. നാളെ പരലോകത്ത് നമുക്ക് അള്ളാന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കണ്ടേ? ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഒരുമിക്കാൻ സാധിക്കുക? നമ്മൾ ചിന്തിക്കണ്ടേ? പക്ഷികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന കാഴ്ച, കുറെ പക്ഷികൾ ഇങ്ങനെ കലവിലെ ശബ്ദം ഉണ്ടാക്കൂലേ, അങ്ങനെയുള്ള പക്ഷികളെ അള്ളാന്റെ ഹബീബിന്റെ ഒരു അനുചരൻ ഒരു പൊതിയില് എടുത്തു. പൊതിയിലെടുത്തപ്പോ അതിന്റെ തള്ളപ്പക്ഷി അലറി കരയാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, ഭയങ്കര സ്നേഹാണത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തെന്നോ, ആ പൊതി തുറന്നു. കുഞ്ഞുങ്ങളിൽ ആ പൊതി തുറന്നപ്പോ തള്ളപ്പക്ഷി തന്റെ ജീവനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, മക്കളെ കുറിച്ച് മാത്രം ആലോചിച്ചു. അതും ആ പൊതിയിൽ വന്നിരുന്നു. അങ്ങനെ അതിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്താണ്. എത്തിയപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമായപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഒരു കാര്യം ചോദിക്കണം നമ്മളെ പഠിപ്പിക്കാൻ. എന്താന്നോ? ഈ തള്ളപ്പക്ഷിയുടെ സ്നേഹങ്ങൾ കണ്ടില്ലേ? ഇതിനേക്കാൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നമുക്ക് അള്ളാഹിനെ കാണാൻ കഴിയണം അല്ലെ? എന്നിട്ട് ആ അനുചരനോട് ആ പക്ഷിയെ, ആ കുഞ്ഞുങ്ങളെയും എവിടുന്നാണോ എടുത്തത് അവിടെ കൊണ്ടുപോയി തിരിച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ജീവികളെയും ഇഷ്ടപ്പെട്ടിരുന്നു, അവയെ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പക്ഷികളെ നിരീക്ഷിക്കുമായിരുന്നു എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊരു ചിത്രം കണ്ടാല്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു ചിത്രം കണ്ടാല് നമ്മൾ വാവ് എന്ന് പറയും, എന്ത് രസാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട എന്താ? അപ്പൊ നമ്മള് ആ ചിത്രത്തിന്റെ ഭംഗിയേക്കാള് അത് വരച്ചത് ആരാന്നല്ലേ നോക്ക, ശരിയല്ലേ? അപ്പൊ നമ്മൾ പക്ഷികളെ നോക്കണം, ജീവജാലങ്ങളെ നോക്കണം. അപ്പൊ നമ്മൾ കാണേണ്ടത് ആ പക്ഷികളുടെ സൃഷ്ടാവ്, അതിനെ രൂപപ്പെടുത്തിയവൻ ആരാന്നാ അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ റബ്ബിനെ, അള്ളാഹുവിനെ കാണാൻ കഴിയും. അവസാനം ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ജീവിയാണ് പട്ടി. റോഡരികിൽ ഉണ്ടാകും, പല സ്ഥലത്തും ഉണ്ടാകും പട്ടികൾ അല്ലെ? പലർക്കും ഇഷ്ടമുണ്ടാവൂല. പക്ഷേ അവയും അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ. അവയെ നമ്മൾ പരിഗണിക്കണ്ടേ? അവയെ വെറുതെ ഉപദ്രവിക്കാൻ പറ്റോ? ഒരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1-2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അദ്ദേഹം ദാഹിച്ച് വലഞ്ഞ് നടക്കാണ്. അങ്ങനെ വഴിയരികിൽ ഒരു കിണറ് കണ്ടു. അതിലിറങ്ങി വെള്ളം കുടിച്ച് അദ്ദേഹം തന്റെ ദാഹം ശമിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദാഹമൊക്കെ ശമിച്ചു. അങ്ങനെ പുറത്തു വന്നപ്പോ കാണുന്ന ഒരു കാഴ്ച, ഒരു പട്ടി വിശന്ന് വലഞ്ഞ് ദാഹിച്ചിട്ട് മണ്ണിങ്ങനെ കപ്പി തിന്നാണ്, മണ്ണിനിങ്ങനെ നക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. തന്നെ പോലെ ദാഹിക്കുന്നതാണല്ലോ ഈ പട്ടി എന്ന് ഓർത്തു. കല്ലെറിഞ്ഞ് ഓടിച്ചോ? ഇല്ല. അങ്ങനെ അദ്ദേഹം ഇറങ്ങി വീണ്ടും വെള്ളം എടുത്ത് ആ പട്ടിക്ക് കൊടുത്തു. അത് കാരണം അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു. അങ്ങനെ അദ്ദേഹത്തിന് എന്താ കിട്ടുക? നാളെ ജന്നാത്തുൽ ഫിർദൗസ് കിട്ടൂലേ, സ്വർഗം കിട്ടൂലേ അല്ലെ? മറ്റൊരു സംഭവം പറയുന്നത്, ഇസ്രായേലി സമൂഹത്തിലെ വ്യഭിചാരിണിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഇതുപോലെ ദാഹിച്ചു വലഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ വെള്ളം എടുത്ത് കൊടുത്തപ്പോ അത് കാരണം അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു. നിങ്ങൾ ഖുർആനില് വെള്ളിയാഴ്ച ഒന്നൊരു സൂറയില്ലേ, സൂറത്തുൽ കഹ്ഫ്, അതില് ഗുഹാവാസികളുടെ കഥ പറയുമ്പോ അള്ളാഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവരുടെ കൂടെ ആരുണ്ടായിരുന്നു? ഒരു പട്ടി ഉണ്ടായിരുന്നു അല്ലെ? ഖുർആൻ പറയുന്നത് അവര് 3 പേരാ, 4ാമത് പട്ടി അല്ലെ? അവർ 5 പേരാണ്. ഖംസത്തുൻ സാദിസും കൽബുഹും, 6ാമത് കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. സബഅത്തും വസാമിനുഹും കൽബുഹും, 7 പേരാണ്, 8ാമത് പട്ടി അല്ലെ? ഏത് നമ്പറാന്ന് കൃത്യമായി പറയുന്നില്ല, പക്ഷെ പറയുമ്പോഴൊക്കെ ഒരു പട്ടിയെ കുറിച്ച് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തില് ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണല്ലോ. ഖുർആൻ പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഈ പട്ടികളും ജീവജാലങ്ങളും ഒക്കെ അള്ളാഹുവിനെ നിരന്തരമായി തസ്ബീഹ് ചെയ്യുന്നുണ്ട്. ഒരു ഹദീസിൽ ഇത്രത്തോളം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? പക്ഷികളുടെ മനസ്സുള്ളവർ സ്വർഗാവകാശികളായിരിക്കും. എന്താ പക്ഷികളുടെ മനസ്സിന്റെ പ്രത്യേകത? അവർ വേണ്ടാത്തൊന്നും ചെയ്യൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യൂല. അവര് എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തീരുമാനിക്കണം, ഇന്നു മുതൽ അള്ളാഹിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി മാറണമെങ്കിൽ, നാളെ ഫിർദൗസിൽ നമ്മുടെ ഹബീബിന്റെ കൂടെ എത്തണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഓരോ ജീവിയെയും നന്നായി സ്നേഹിക്കുക, അവയോട് കാരുണ്യത്തോടെ പെരുമാറുക, അവയ്ക്ക് നന്മകൾ ചെയ്യുക. ഒരിക്കലും കല്ലെറിയാനോ ഉപദ്രവിക്കാനോ പാടില്ല. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹിന്റെ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുയായികളിൽ നാളെ ഫിർദൗസിൽ ഹബീബിന്റെ കൂടെ അള്ളാഹിന്റെ അർശിന്റെ തണലിൽ ഒരുമിക്കാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.